വിശ്വാസം ഈ ഭൂമുഖത്തില്ലാത്ത കാലഘട്ടത്തിൽ ആകാശമുണ്ടോ? ഉണ്ട്. ഭൂമിയുണ്ടോ? ഉണ്ട്. മഴയുണ്ടോ? ഉണ്ട്. കാനനങ്ങളുണ്ടോ? ഉണ്ട്. കാട്ടാറുകളുണ്ടോ? ഉണ്ട്. കൃമികീടങ്ങളുണ്ടോ? ഉണ്ട്. അന്ന് ദേവാലയമുണ്ടോ? ഇല്ല. ദൈവവിശ്വാസികളെന്ന് മനുഷ്യരുണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നു, മനുഷ്യവാസമില്ലാത്തതിന്റെ മുമ്പ്, ദേവാലയങ്ങളില്ലാത്തതിന്റെ മുമ്പ്, പ്രത്യേക പ്രതിഷ്ഠകളില്ലാത്തതിന്റെ മുമ്പ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ശക്തിയാരാണ്? ആ ശക്തിയാവുന്നു നമ്മുടെ ഒക്കെ സൃഷ്ടാവ്. അവനെ ആരാധിക്കാനേ വേദം പറഞ്ഞുള്ളൂ, അല്ലേ? സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം, വിവിധ വോള്യങ്ങൾ, അതിൽ അദ്ദേഹം പറയുന്നത് ചില ആളുകൾ ആ ദൈവത്തെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, ചില ആളുകൾ അള്ളാഹു എന്ന് വിളിക്കുന്നു, ചില ആളുകൾ യഹോവ എന്ന് വിളിക്കുന്നു. ഏത് പേരിൽ വിളിച്ചാലും ഒറ്റനാഥൻ. ഋഗ്വേദത്തിന്റെ 1-ാം മണ്ഡലം, ഏകം സത് ബഹുധാ വിപ്രാ വദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ. സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം. വിശുദ്ധ ഖുർആൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം 114-ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേരെന്താണെന്നറിയോ? അന്നാസ്, മനുഷ്യർ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൂതൻ, ജൈനൻ എന്നല്ല, മനുഷ്യർ. മാസ്, പീപ്പിൾ, മനുഷ്യർ. അതിലെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ? മനുഷ്യരുടെ ദൈവമേ, ഞാൻ നിന്നോട് സഹായം തേടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വർഗീയത പൂർണ്ണമായിട്ട് അവസാനിക്കും. മനുഷ്യരുടെ ഈശ്വര, മനുഷ്യരുടെ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. മഹാനിർവഹണ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അതറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വേദപണ്ഡിതനല്ല, പക്ഷേ മതത്തിന്റെ സാരാംശങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വളരെ കൃത്യമായ ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ ത്വമേകം പരമിച്ഛലം നിർവികൽപം. എന്തായാലും അർത്ഥം, ആരാധനകൾ മുഴുവനും ഈശ്വര നിനക്കാണ്. എന്റെ ശരണം വിളികൾ മുഴുവനും നിനക്കാണ്. എന്റെ കാലുകൾ മുള്ള നിറച്ചാൽ പോലും നമ്മൾ വിളിക്കേണ്ടതാരെ? പ്രപഞ്ചത്തിന്റെ നാഥനെ, സാക്ഷാൽ ദൈവത്തെ, ദൈവത്തിന്റെ സൃഷ്ടികളെ അല്ല എന്ന് വളരെ വ്യക്തമായി വേദം പഠിപ്പിക്കുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥപ്രകാശം, ലൈറ്റ് ഓഫ് ട്രൂത്ത്, 515-ാമത്തെ പേജ്, 12-ാമത്തെ പേജ്, 13-ാമത്തെ പേജ്, 38-ാമത്തെ പേജ്. ഈ പേജുകൾ നിങ്ങൾ വായിച്ചാൽ ഞെട്ടി അത്ഭുത പരതന്ത്രരായിരിക്കും. അതെന്താ? ഈ ഓച്ചിറ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ. ഇവിടെ ഈ അമ്പലത്തിനുള്ളിൽ പ്രതിമയില്ലാന്ന്. യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രതിമയുണ്ടോ? യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം പറയുന്നത് നതസ്യ പ്രതിമാ അസ്തി. ആ ദൈവത്തിന് പ്രതിമയില്ല. പ്രതിമയില്ലാത്ത ദൈവം, നമ്മുടെയൊക്കെ ഈശ്വരൻ, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയ സാക്ഷാൽ അല്ലാഹു, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അതാണ്. ആ ദൈവത്തെ ആരാധിച്ചാൽ നമുക്കിടയിലുള്ള വർഗീയത തീർന്നു, നമുക്കിടയിലുള്ള സംഘടനം തീർന്നു, നമുക്കിടയിലെ ബാബരി മസ്ജിദ് അവസാനിച്ചു, നമുക്കിടയിലെ സകല കലാപങ്ങളും അവസാനിച്ചു. ഏകനായ ദൈവത്തെ. ബൈബിൾ കൃത്യമാണ്. ബൈബിളിലെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം എന്താണെന്നറിയോ? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ നീ എന്റെ രൂപം കണ്ടിട്ടില്ല. അശോ അങ്ങനെ തന്നെയാണ്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ എന്റെ രൂപം നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ വാചകം മലയാളത്തിൽ തുടങ്ങണ അങ്ങനെ. ശ്രദ്ധിക്കുക, ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ അതിന്റെ മുമ്പിൽ ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെയോ ഭൂമിയിലെ ഉരകവർഗങ്ങളുടെയോ ആഴിയിലെ മത്സ്യാദികളുടെയോ ഒന്നിന്റെയും രൂപം, സൂര്യന്റെ ചന്ദ്രന്റെ ഒന്നിന്റെയും അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. എന്നിട്ടും ക്രൈസ്തവർ വിഗ്രഹത്തെ ആരാധിക്കുന്നു, എന്നിട്ടും ഹൈന്ദവർ വിഗ്രഹത്തെ ആരാധിക്കുന്നു, എന്നിട്ടും മുസ്ലിങ്ങൾ ഓച്ചിറ ഉപ്പാപ്പയെ ആരാധിക്കുന്നു. ഇവിടെയാണ് നമ്മളൊക്കെ തെറ്റിപ്പോയത്, ഇവിടെയാണ് നമ്മളൊക്കെ പിഴച്ചുപോയത്. അവിടെ നമ്മൾ സാക്ഷാൽ നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്, അല്ലെ? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ ബാല? എന്ത് മനസ്സിലാക്കാൻ രവി? അതിൽ ഇതാണ് മനസ്സിലാക്കാൻ. എന്താണ്? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിക്ക് 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ അമ്മ 7 മക്കളെ മുമ്പ് പ്രസവിച്ചു.
ആ അമ്മയെ ഗർഭം ധരിപ്പിച്ച ശക്തിയാര്? ആ അമ്മക്ക് ഗർഭപാത്രം നൽകിയ ശക്തിയാര്? അവനാകുന്നു സാക്ഷാൽ ദൈവം. അവനെയാണ് ആരാധിക്കേണ്ടത്. എങ്കിൽ മനുഷ്യരൊക്കെ ഒന്നായി ചേരും. മനുഷ്യരൊക്കെ ഇപ്പൊ സൂര്യൻ, ഞാൻ നിങ്ങളോട് ഈ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ ആകാശം കണ്ടുവോ ബാല? കണ്ടു. സുരേന്ദ്ര ഭൂമി കണ്ടുവോ? കണ്ടു. ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ, അവനെ ആരാധിക്കുക. അതാണ് ത്വമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിപതിന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേത്യം. സകല ലോകത്തിന്റെയും ആരാധ്യൻ, സകലരുടെയും ആരാധ്യൻ, എല്ലാ ദേവീ ദേവന്മാരുടെയും പരമാരാധ്യൻ ആ ഈശ്വരനെ നമിച്ചാലും. ഹിന്ദുധർമ്മ പരിചയം എന്നിട്ടൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള എഴുതിയിട്ടുള്ള ഹിന്ദുധർമ്മ പരിചയം. പി പരമേശ്വരനല്ല, പി പരമേശ്വരൻ പിള്ള വിചാരകേന്ദ്രം ഡയറക്ടറാണ്. വിചാരകേന്ദ്രം ഡയറക്ടറാണ്. അത് വ്യത്യാസമുണ്ട്. പുറനാട്ടുകര പിന്നെ ശ്രീരാമകൃഷ്ണ മഠം. ആ പുസ്തകത്തിന്റെ ഒന്നോ പലതോ എന്ന ചാപ്റ്റർ 148 പേജ്. അതിൽ പറയാണ്, ഒരു ദേവിക്കും ഒരു ദേവനും ഈശ്വരൻ കഴിവ് കൊടുക്കാതെ ഒരു പുൽക്കൊടി പോലും നീക്കാൻ സാധ്യമല്ല എന്നാണ്. ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല, ഒരു ബീവിക്കും സ്വന്തമായി കഴിവില്ല. ഇത് എന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, ഇത് എന്നെ മുസ്ലിങ്ങൾ ഒരു ഭാഗം വിശ്വസിക്കുന്നു. ഇത് ശരിയല്ല എന്നാണ് വേദം പഠിപ്പിക്കുന്നത്. ഇത് ശരിയാണ് എന്നല്ല, ഇത് ശരിയല്ല എന്നാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ആ പരബ്രഹ്മമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ 25ാമത്തെ ചാപ്റ്റർ മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയാണെന്ത്? അവിടെ വ്യക്തമായി പറയുന്നു, വേദം അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാമബുദ്ധയാ പരംഭാവമചാനന്ദോ മാമാദേയമനുത്തമം. ദൈവം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ പ്രാപിച്ചു വരുന്നവനല്ല ദൈവം. ദൈവം സാക്ഷാൽ ഈശ്വരനാണ്. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകത്തിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം സ്ഥാപിക്കാൻ, അധർമ്മമില്ലായ്മ ചെയ്യാൻ, സാധുക്കളെ സംരക്ഷിക്കാൻ, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാൻ, അതാണ് ധർമ്മബോധം എന്ന് പറയും. പ്രവാചകന്മാരെയാണ് ഇസ്ലാം അയക്കുക. മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെ. അവർ വന്നിട്ട് മനുഷ്യരെ, നമ്മളെയൊക്കെ ആ ദൈവ മതത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. ഒറ്റ മതം, സാക്ഷാൽ ഏകം സത് ബഹുദ. എവിടെയാണ്? ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മത്തിൽ കർമ്മം ചെയ്ത് സമാധിയുടെ സാക്ഷാൽ ദൈവത്തെ ആരാധിച്ച് അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് ജീവിക്കാനാണ് വേദങ്ങൾ മുഴുവനും നമ്മളോട് പറഞ്ഞത്. അഥവാ ഹിന്ദു വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾ പരിശോധിച്ചാൽ ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ, അത് തന്നെയാണ് ഖുർആൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. കണ്ടോ? അല്ലയോ മുസ്ലിങ്ങളെ എന്ന് വിളിച്ചില്ല, അല്ലയോ സൗദി അറേബ്യക്കാരെ എന്ന് വിളിച്ചില്ല, മുഹമ്മദ് നബിയുടെ തറവാടായ ഖുറൈശികളെ വിളിച്ചില്ല. മറിച്ച് അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി പലതിനെയും ആരാധിക്കുന്നു, അല്ലെ? പാമ്പിനെ ആരാധിക്കുന്നു, അതുപോലെ മൃഗങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ ഒരു മൃഗവും ഒരു മരവും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ആരെ ആരാധിക്കണം? അലംതറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. ഖുർആനിലെ 22-ാം അധ്യായം 18-ാമത്തെ വചനം വല്ലാത്തൊരു സൂക്തമാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം, കണ്ടോ? ആകാശഭൂമികളിലുള്ളതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. ബാലാ, നീയും ആ ദൈവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടിയുള്ള സൂര്യൻ, ആ സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ചന്ദ്രൻ ദൈവത്തെ ആരാധിക്കുന്നു, നക്ഷത്രങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, മരങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, പാമ്പും എലിയും പശുവും ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ആ ദൈവത്തെ ആരാധിക്കുക. ഇനി നിങ്ങൾ നോക്കുക, എന്താണ് മുസ്ലിം? മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അബ്ദുറഹ്മാൻ, ആമിന, ആയിഷ എന്നല്ല കേട്ടോ. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അനുസരണമുള്ളവൻ. എങ്ങനെ? അനുസരിക്കണം. ഇപ്പോ ഞാൻ പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ അറബി പദം കൊണ്ട് അയാൾ ഒരു മുസ്ലിം ആയിരുന്നു എന്ന് പറയാം. കാരണം ഗുരുനാഥനെ ഏറ്റവും അനുസരിച്ച ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഏറ്റവും അനുസരിച്ച ശിഷ്യൻ. അനുസരണം എന്ന സ്വഭാവം ആർക്കുണ്ടോ അവനൊക്കെ ഭാഷാപരമായി മുസ്ലിമാണ്. ഭാഷാപരമായി മുസ്ലിമാണ്.
മതത്തിന്റെ സാങ്കേതിക ശബ്ദത്തിൽ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ആ പിന്നെ ശ്രീദേവി എന്നുള്ള പേര് മാറ്റി ആമിന നാക്കല, തൊപ്പിയിടല? അല്ല, അല്ല, ഒരിക്കലും അല്ല. അതുകൊണ്ട് തന്നെ മതത്തിൽ ബലാത്കാരമോ പരിവർത്തനമോ ഇല്ല. പിന്നെ എന്താ? നന്നാവുക, സമ്പൂർണ്ണ മനുഷ്യനാവുക. ദൈവത്തെ മാത്രമേ ഇനി ഞാൻ ആരാധിക്കുകയുള്ളൂ. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും മാൽത്തറകളും മക്ബറകളും ജാതങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും സ്ത്രീകോവിലുകളും ഇതൊന്നും ഇനി ഞാൻ ആരാധിക്കുകയില്ല, എന്റെ പ്രപഞ്ചത്തിന്റെ നാഥനയല്ലാതെ എന്നൊരു മനുഷ്യൻ തീരുമാനിക്കുന്നതോടെ അയാൾ മുസ്ലിമിന്റെ ഒന്നാമത്തെ ഗുണം സ്വീകരിച്ചു. രണ്ടാമത്തത്, ഞാൻ ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചേ ജീവിക്കുള്ളൂ. ഞാൻ ഒരിക്കലും പുകവലിക്കില്ല, ഞാൻ ഒരിക്കലും കള്ളു കുടിക്കില്ല, ഞാൻ ഒരിക്കലും പലിശ വാങ്ങില്ല, ഞാൻ ഒരാളെയും കൊല്ലുകയില്ല, ഞാൻ ഒരാളോടും ചിരിക്കാതിരിക്കുകയില്ല, ഞാൻ ഒരാളോട്